ഈ സെഷനിൽ നമ്മൾ ഇന്ത്യക്ക് ചുറ്റിലുമുള്ള സ്ഥലങ്ങളുടെ അക്ഷാംശവും രേഖാംശവും എങ്ങനെ കണ്ടെത്താമെന്നാണ് പഠിക്കുന്നത്. ഈ സെഷന്റെ അവസാനത്തോടെ നിങ്ങൾക്ക് ഇന്ത്യയിലെ വിവിധ നഗരങ്ങളുടെ അക്ഷാംശവും രേഖാംശവും അറിയാനും അവ കണ്ടെത്തുന്നത് എങ്ങനെയാണെന്ന് പഠിക്കാനും കഴിയും. ഇനി നമുക്ക് അക്ഷാംശത്തെയും രേഖാംശത്തെയും കുറിച്ച് പഠിക്കാം. ഭൂമിയിലെ ഏത് സ്ഥലത്തിന്റെയും സ്ഥാനം നിർണ്ണയിക്കാൻ സഹായിക്കുന്ന പാരാമീറ്ററുകൾ അല്ലെങ്കിൽ കോർഡിനേറ്റുകളാണ് അക്ഷാംശവും രേഖാംശവും. അക്ഷാംശവും രേഖാംശവും ഭൂമി എന്ന ഗോളത്തിലെ പോയിന്റുകളെ യുണീക്കായി ഡിഫൈൻ ചെയ്യുന്ന ആംഗിളുകളാണ്. ഭൂമിയുടെ ഉപരിതലത്തിൽ എവിടെയും ജിയോഗ്രാഫിക് പൊസിഷനുകൾ കണ്ടെത്തുന്നതിനോ തിരിച്ചറിയുന്നതിനോ ഉള്ള ഒരു കോർഡിനേറ്റ് സിസ്റ്റമോ സ്കീമോ ഇവ രൂപപ്പെടുത്തുന്നു. അക്ഷാംശവും രേഖാംശവും ഒരുമിച്ച് ഭൂഗോളത്തിലെ പോയിന്റുകൾ, സ്ഥലങ്ങൾ എന്നിവ കണ്ടെത്താൻ ഭൂപട ഭൂമിശാസ്ത്രജ്ഞന്മാരെയും മറ്റുള്ളവരെയും പ്രാപ്തരാക്കുന്നു. ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്ന് ഏത് സ്ഥലത്തിന്റെയും ആംഗുലാർ ഡിസ്റ്റൻസും ഇവ കാണിക്കുന്നു. അക്ഷാംശവും രേഖാംശവും ഡിഗ്രിയിലും മിനിറ്റിലുമായാണ് അളക്കുന്നത്. ഭൂമിയുടെ മധ്യരേഖയുടെ വടക്കോ തെക്കോ ഉള്ള ദൂരം അളക്കുന്ന പാരലൽസ് എന്നറിയപ്പെടുന്ന ഹൊറിസോണ്ടൽ ലൈനുകളാണ് അക്ഷാംശങ്ങൾ. അക്ഷാംശരേഖ ഭൂമധ്യരേഖയുടെ വടക്കോ തെക്കോ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത് എത്ര ദൂരെയാണെന്ന് അളക്കുന്നതിനുള്ള ഒരു സംഖ്യാമാർഗമാണ്. അക്ഷാംശം അളക്കുന്നതിനുള്ള ആരംഭത്തിലുള്ള പോയിന്റായാണ് ഭൂമധ്യരേഖയെ കണക്കാക്കുന്നത്. അതിനാലാണ് 0 ഡിഗ്രി അക്ഷാംശമായി അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഭൂമധ്യരേഖയിൽ നിന്ന് കൂടുതൽ അകലെയുള്ളതും ധ്രുവങ്ങളിൽ 90 ഡിഗ്രി അക്ഷാംശം വരെയുള്ളതുമായ സ്ഥലം സ്ഥിതി ചെയ്യുന്നിടത്ത് അക്ഷാംശ ഡിഗ്രി കൂടുതലായിരിക്കും. അക്ഷാംശ സ്ഥാനങ്ങൾ ഡാഷ് ഡിഗ്രി വടക്ക് അല്ലെങ്കിൽ ഡാഷ് ഡിഗ്രി തെക്ക് എന്നിങ്ങനെയാണ് നൽകിയിരിക്കുന്നത്. ഇംഗ്ലണ്ടിലെ ഗ്രീൻവിച്ചിലെ മെറിഡിയന്റെ കിഴക്കോ പടിഞ്ഞാറോ അളക്കുന്ന മെറിഡിയൻസ് എന്നറിയപ്പെടുന്ന ലംബരേഖകളാണ് രേഖാംശങ്ങൾ. പ്രൈം മെറിഡിയൻ എന്ന് വിളിക്കുന്ന ഒരു സാർവത്രിക ലംബരേഖയുടെ കിഴക്കോ പടിഞ്ഞാറോ ഉള്ള സ്ഥലം എത്ര ദൂരെയാണെന്ന് കാണിക്കുന്നതിനുള്ള അല്ലെങ്കിൽ അളക്കുന്നതിനുള്ള സംഖ്യാപരമായ മാർഗമാണ് രേഖാംശ രേഖകൾ. രേഖാംശത്തിന്റെ ലംബമായ സ്റ്റാർട്ടിംഗ് പോയിന്റ് പ്രൈം മെറിഡിയൻ 0 ഡിഗ്രി രേഖാംശത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രൈം മെറിഡിയന്റെ കിഴക്കോ പടിഞ്ഞാറോ രേഖാംശം അളക്കാൻ 180 ഡിഗ്രി ലംബ രേഖാംശ രേഖകളും പ്രൈം മെറിഡിയന് പടിഞ്ഞാറ് 180 ഡിഗ്രി ലംബ രേഖാംശ രേഖകളും ഉണ്ട്. അതിനാൽ രേഖാംശ സ്ഥാനങ്ങൾ ഡാഷ് ഡിഗ്രി കിഴക്കോ ഡാഷ് ഡിഗ്രി പടിഞ്ഞാറോ ആയി നൽകിയിരിക്കുന്നു. 180 ഡിഗ്രി രേഖ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്നറിയപ്പെടുന്ന ഒരു ലംബരേഖയാണ്. ഇത് പ്രൈം മെറിഡിയന് നേരെ വിപരീതമാണ്. വടക്കൻ അർദ്ധഗോളത്തിലെ ഒരു സ്ഥലത്തെ അതിന്റെ വടക്കൻ അക്ഷാംശം ഉപയോഗിച്ച് തിരിച്ചറിയുകയും വടക്കൻ എന്നിന്റെ സഫിക്സ് നൽകുകയും ചെയ്യുന്നു. ക്യാൻസർ ട്രോപ്പിക്കിന്റെ അക്ഷാംശം 23 ഡിഗ്രി 26 മിനിറ്റ് വടക്ക് അല്ലെങ്കിൽ 23 ഡിഗ്രി 26 മിനിറ്റ് വടക്ക് ആയിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ ഉത്തര ധ്രുവത്തോട് അടുത്തിരിക്കുന്ന ആർട്ടിക് സർക്കിളിന്റെ അക്ഷാംശം വടക്ക് 66 ഡിഗ്രി 34 മിനിറ്റ് ആണ്. നോർത്തേൺ ഹെമിസ്ഫിയറിലെ അക്ഷാംശങ്ങൾക്ക് തെക്ക് എസ് എന്ന സഫിക്സ് നൽകിയിരിക്കുന്നു. അങ്ങനെ ഭൂമധ്യരേഖയ്ക്ക് താഴെയുള്ള ഹൊറിസോണ്ടൽ ഇമാജിനറി സർക്കിളായ കാപ്രിക്കോണിന് തെക്ക് 23 ഡിഗ്രി 26 മിനിറ്റ് അക്ഷാംശമാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഭൂമധ്യരേഖയ്ക്ക് താഴെയും ദക്ഷിണ ധ്രുവത്തോട് അടുത്തുമുള്ള ഹൊറിസോണ്ടൽ വൃത്തമായ അന്റാർട്ടിക് സർക്കിളിന് അക്ഷാംശ അളവ് 66 ഡിഗ്രി 34 മിനിറ്റ് സൗത്ത് എന്നാണ്. ഭൂമധ്യരേഖയുടെ വടക്കുള്ള അക്ഷാംശങ്ങളെ പോസിറ്റീവ് വാല്യൂസ് ആയി സൂചിപ്പിക്കുന്നു. തെക്കുള്ളവയ്ക്ക് നെഗറ്റീവ് വാല്യൂസും നൽകിയിരിക്കുന്നു. അക്ഷാംശ ആംഗിളുകൾ +90 ഡിഗ്രി വരെയും അല്ലെങ്കിൽ 90 ഡിഗ്രി വടക്ക് വരെയും താഴെ -90 ഡിഗ്രി വരെയും അല്ലെങ്കിൽ 90 ഡിഗ്രി തെക്ക് വരെയും ആകാം. ക്യാൻസർ ട്രോപ്പിക്കും കാപ്രിക്കോൺ ട്രോപ്പിക്കും ഒരേ അക്ഷാംശ അളവിലുള്ളത് ശ്രദ്ധേയമാണ്. കാരണം അവ രണ്ടും ഭൂമധ്യരേഖയിൽ നിന്ന് ഹൊറിസോണ്ടലായി തുല്യ അകലത്തിലാണ്. ഒരേയൊരു വ്യത്യാസം ക്യാൻസർ ട്രോപ്പിക് നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. അതിനാൽ അതിന്റെ അക്ഷാംശം 23 ഡിഗ്രി 26 മിനിറ്റായി വടക്കായി കാണിക്കുന്നു. അതേസമയം സദേൺ ഹെമിസ്ഫിയറിലെ കാപ്രിക്കോൺ ട്രോപ്പിക് അക്ഷാംശം 23 ഡിഗ്രി 26 മിനിറ്റായി കാണിക്കുന്നു. ആർട്ടിക് സർക്കിളിനും അന്റാർട്ടിക് സർക്കിളിനും ഇത് ബാധകമാണ്. അക്ഷാംശ മൂല്യങ്ങൾ എങ്ങനെയാണ് വായിക്കുന്നതെന്ന് നോക്കാം.
3 വ്യത്യസ്ത ജിയോസെൻട്രിക്, ആസ്ട്രോണമിക്കൽ, ജിയോഗ്രാഫിക് എന്നിവയാണവ. ജിയോസെൻട്രിക് അഥവാ ഭൂകേന്ദ്രീകൃത അക്ഷാംശമാണ് ഡിഗ്രികളിലും മിനിറ്റുകളിലും ചിലപ്പോൾ സെക്കൻഡുകളിലും ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്ന റഫറൻസ്. ഭൂകേന്ദ്രീകൃത അക്ഷാംശം എന്നത് ഭൂമിയുടെ മധ്യഭാഗത്തുള്ള ആംഗിളിനാൽ വ്യതിചലിക്കുന്ന മറ്റൊരു ആംഗിളിനെ സൂചിപ്പിക്കുന്നു. ഇത് എല്ലായ്പ്പോഴും മധ്യരേഖയിൽ നിന്ന് വടക്ക് തെക്ക് തലത്തിൽ അടയാളപ്പെടുത്തുന്നു. കെയ്റോയ്ക്ക് 30 ഡിഗ്രി 3 മിനിറ്റ് വടക്ക് അക്ഷാംശമുണ്ട്. ഭൂഗോളത്തിന്റെ മധ്യഭാഗത്ത് 30 ഡിഗ്രി 3 മിനിറ്റ് ആംഗിളാണ്. നോർത്ത് സൂചിപ്പിക്കുന്നത് കെയ്റോ ഭൂമധ്യരേഖയുടെ വടക്ക് ഭാഗത്താണെന്നും അതിനാൽ നോർത്തേൺ ഹെമിസ്ഫിയറിലുമാണെന്നുമാണ്. ന്യൂസിലാൻഡിലെ ഡുഡനിന് തെക്ക് 45 ഡിഗ്രി 52 മിനിറ്റ് അക്ഷാംശമാണ്. അതായത് ഇത് ഭൂഗോളത്തിന്റെ മധ്യഭാഗത്ത് 45 ഡിഗ്രി 52 മിനിറ്റ് കോണിൽ ദക്ഷിണ അർദ്ധഗോളത്തിൽ സ്ഥിതി ചെയ്യുന്നു. പ്രൈം മെറിഡിയൻ ഭൂമിയെ ഈസ്റ്റേൺ, വെസ്റ്റേൺ ഹെമിസ്ഫിയറുകളായി വിഭജിക്കുന്നു. പ്രൈം മെറിഡിയന്റെ കിഴക്കോ പടിഞ്ഞാറോ ഉള്ള ഒരു സ്ഥലത്തിന്റെ സ്ഥാനം രേഖാംശമാണ് തീരുമാനിക്കുന്നത്. രേഖാംശം ഡിഗ്രികളിലും മിനിറ്റുകളിലും ചിലപ്പോൾ സെക്കൻഡുകളിലും അളക്കുന്നു. ഭൂമധ്യരേഖയുടെ പ്രൈം മെറിഡിയന്റെയും വിഭജനത്തെ അടിസ്ഥാനമാക്കി ഭൂമിയുടെ കേന്ദ്രവുമായി അവ നിർമ്മിക്കുന്ന കോണിൽ നിന്നാണ് എല്ലാ രേഖകളും അളക്കുന്നത്. ഇനി നമുക്ക് രേഖാംശ വാല്യൂകൾ എങ്ങനെ വായിക്കാം എന്ന് നോക്കാം. പ്രൈം മെറിഡിയൻ ഒഴികെയുള്ള എല്ലാ രേഖാംശങ്ങളും പ്രൈം മെറിഡിയന്റെ കിഴക്കും പടിഞ്ഞാറും 180 ഡിഗ്രി വരെ അളക്കുന്നു. ഉദാഹരണത്തിന് ലോസ് ഏഞ്ചൽസിന്റെ രേഖാംശം പടിഞ്ഞാറ് 118 ഡിഗ്രി 15 മിനിറ്റ് ആണ്. ലോസ് ഏഞ്ചൽസ് പ്രൈം മെറിഡിയന്റെ പടിഞ്ഞാറ് 118 ഡിഗ്രിയും 15 മിനിറ്റുമാണെന്ന് ഇത് സൂചിപ്പിക്കുന്നു. ലോസ് ഏഞ്ചൽസ് വെസ്റ്റേൺ ഹെമിസ്ഫിയറിലാണ്. ഇന്ത്യയിലെ മുംബൈയുടെ രേഖാംശം 72 ഡിഗ്രി 50 മിനിറ്റ് കിഴക്കാണ്. ഇത് മുംബൈ പ്രൈം മെറിഡിയന്റെ കിഴക്ക് 72 ഡിഗ്രിയും 50 മിനിറ്റുമാണെന്ന് സൂചിപ്പിക്കുന്നു. ഈസ്റ്റേൺ ഹെമിസ്ഫിയറിലാണ് മുംബൈ. ഇനി അക്ഷാംശങ്ങളും രേഖാംശങ്ങളും എങ്ങനെ വായിക്കാം എന്ന് പഠിക്കാം. ഭൂമിയിലെ എല്ലാ സ്ഥലങ്ങളും അതിന്റെ അക്ഷാംശ രേഖാംശ വാല്യൂകളുടെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്താവുന്നവയാണ്. അക്ഷാംശത്തിന്റെയും രേഖാംശത്തിന്റെയും വൃത്തങ്ങൾ ഒരുമിച്ച് പ്രൈം മെറിഡിയൻ, ഭൂമധ്യരേഖ എന്നിവ കൂടി രേഖപ്പെടുത്തി ഒരു പ്രത്യേക സ്ഥലം ഭൂമിയിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് കാണിക്കുന്നു. ഉദാഹരണം 1:59 ഡിഗ്രി 57 മിനിറ്റ് വടക്കും 10 ഡിഗ്രി 45 മിനിറ്റ് കിഴക്കും എന്ന് വിവരിച്ചിരിക്കുന്ന ഒരു പോയിന്റ് ഭൂമധ്യരേഖയ്ക്ക് 59 ഡിഗ്രിയും 57 മിനിറ്റും വടക്കും ഗ്രീൻവിച്ച് മെറിഡിയന് കിഴക്ക് 10 ഡിഗ്രിയും 45 മിനിറ്റും സ്ഥിതി ചെയ്യുന്നു. നോർവേയിലാണ് ഓസ്ലോ എന്ന ഈ സ്ഥലം. ഉദാഹരണം 2. കാനഡയിലെ മോൺട്രിയിൽ 45 ഡിഗ്രി 30 മിനിറ്റ് വടക്കും 73 ഡിഗ്രി 34 മിനിറ്റ് പടിഞ്ഞാറുമായി രേഖപ്പെടുത്തുന്നു. ഈ കോർഡിനേറ്റുകൾ കാണിക്കുന്നത് മോൺട്രിയൽ ഭൂമധ്യരേഖയ്ക്ക് വടക്ക് 45 ഡിഗ്രി 30 മിനിറ്റും പ്രൈം മെറിഡിയന് വടക്ക് 73 ഡിഗ്രി 34 മിനിറ്റുമാണ് എന്നാണ്. ഉദാഹരണം 3. പാപ്പുവ ന്യൂ ഗിനിയ തെക്ക് കിഴക്കൻ അർദ്ധഗോളത്തിലാണ്. അതുകൊണ്ടാണ് ഇതിന്റെ തലസ്ഥാന നഗരമായ പോർട്ട് മോറസ്ബിയുടെ കോർഡിനേറ്റുകൾ 9 ഡിഗ്രി 33 മിനിറ്റ് തെക്കും 147,13 മിനിറ്റ് കിഴക്കുമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ അക്ഷാംശങ്ങളും രേഖാംശങ്ങളും പരിചിതമായതിനാൽ നിങ്ങളുടെ ഈ വിഷയത്തിലുള്ള ധാരണ പരിശോധിക്കാൻ ഒരു ടാസ്ക് ചെയ്യാം. ഈ ടാസ്ക് ചെയ്യുന്നതിന് നിങ്ങളുടെ കയ്യിൽ ഒരു ഗ്ലോബ് മോഡലോ വേൾഡ് അറ്റ്ലസോ ആവശ്യമാണ്. ഇന്ത്യയുടെ ഭൂപടത്തിലോ ഗ്ലോബ് മോഡലിലോ പരിശോധിച്ച് എല്ലാ പ്രദേശങ്ങളിൽ നിന്നും കുറച്ച് നഗരങ്ങളുടെ പേരുകൾ തിരഞ്ഞെടുക്കുക എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അവയുടെ അക്ഷാംശവും രേഖാംശവും കണ്ടെത്തുക. കണ്ടെത്തലുകൾ ടേബിളിൽ കൂട്ടിച്ചേർക്കുക. ഇന്ത്യക്ക് ചുറ്റുമുള്ള സ്ഥലങ്ങളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി അവയുടെ അക്ഷാംശവും രേഖാംശവും കണ്ടെത്തുക എന്ന സെഷന്റെ അവസാനത്തിലെത്തിയിരിക്കുകയാണ് നമ്മൾ. ഇപ്പോൾ നിങ്ങൾക്ക് അക്ഷാംശവും രേഖാംശവും അറിയാനും ഇന്ത്യയിലെ വിവിധ നഗരങ്ങളുടെ അക്ഷാംശ രേഖാംശം കണ്ടെത്താനും കഴിയുമെന്ന് വിശ്വസിക്കുന്നു.